പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു 2 kVA വരെ ഒരു സോളാർ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പാടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിതിപ്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോളാർ ഇൻവെർട്ടറാണ്, SPS-ൻ്റെ 2000 VA ഒരു സോളാർ ഇൻവെർട്ടറാണ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം ഇത് ഫുൾ കോപ്പറാണ്. അപ്പോൾ കോപ്പർ അലുമിനിയത്തിലും ഉണ്ട്. നമുക്ക് കോപ്പർ വേണമെങ്കിൽ കോപ്പർ നമുക്ക് ഉപയോഗിക്കാം, അലുമിനിയത്തിൽ വേണമെങ്കിൽ അലുമിനിയത്തിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പറയുന്ന രീതിക്ക് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം ഇത് നമുക്കിപ്പം സോളാർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതാണ് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു ഇൻവെർട്ടറാണ് ഇരുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ 2000 VA ഒരു സോളാർ ഇൻവെർട്ടർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ ഇതിലിപ്പം നമുക്ക് 2000 VA ഒരു സോളാർ ഇൻവെർട്ടറാണിത്. ഇതിൽ നമുക്ക് 3 സ്വിച്ച് കാണാം. അതിൽ ഒരെണ്ണം നമുക്ക് സോളാർ ഓണും ഓഫും നമുക്കിതിലിപ്പോൾ ഒരെണ്ണം ഓണും ഓഫും ആണ്. ഒന്ന് UPS മോഡ് ഓണാക്കാനുള്ളത്, ഒന്ന് സോളാർ മോഡ്. അപ്പോൾ സോളാർ മോഡിൽ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് സോളാറിൽ നിന്നുള്ള ഉപയോഗം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കറണ്ടിൽ നിന്ന് ബാറ്ററി ചാർജ് ആകും. അപ്പോൾ സോളാർ മോഡ് ഓണായി കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൽ നിന്ന് ബാറ്ററി ചാർജ് ആകില്ല. ഇപ്പോൾ ഇത് LCD ഡിസ്പ്ലേയും LED ഡിസ്പ്ലേയും കാണാം. അപ്പോൾ LED ഡിസ്പ്ലേയിൽ നമുക്ക് മെയിൻസ് ഓൺ റെഡ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതിലിപ്പം മെയിൻസ് ഓണാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലിപ്പം ബാക്കിൽ 3 കണക്ഷനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ന്യൂട്രൽ, ഫേസ്, ഒരു ഔട്ട്. ഒരു ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ലോഡ് കൊടുക്കാവുന്ന ഒരു കണക്ഷനാണ് ഈ ഔട്ട് എന്ന് പറയുന്നത്. ബാക്കി ന്യൂട്രലും ഫേസും നമുക്ക് ഇതിൽ കൊടുത്താൽ മതി. അപ്പം ഇൻവെർട്ടറിൽ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഒരുപാട് പൈസ വരെ വ്യത്യാസം വരും. കാര്യം അത് മറ്റ് രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സർവീസ് ചാർജൊക്കെ നമുക്ക് വരും. അപ്പം ഈ ദൂരത്തിനനുസരിച്ചൊക്കെയാണ് നമ്മൾ സർവീസ് ചാർജൊക്കെ വരുന്നത്. അപ്പം നമ്മളല്ല മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാലും സർവീസ് ചാർജ് കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ പൈസ കൂടുതലായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസ് ചാർജൊക്കെ കുറവായിരിക്കും. അപ്പം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഇൻവെർട്ടറാണ്. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന MPPT എന്ന് പറയുമ്പോൾ SPS-ൻ്റെ തന്നെ LO40 എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിപ്പം രാത്രിയാണ് നമ്മളിതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സോളാർ ചാർജിങ്ങും അങ്ങനെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം MPPTയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർക്കൊക്കെ നമുക്ക് നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ MPPT കണക്ട് ചെയ്യണതും അതിൻ്റെ ഫങ്ഷനൊക്കെ നമുക്ക് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു DC MCB നമ്മൾ കൊടുത്തിട്ടുണ്ട്. DC MCB കൊടുത്തിരിക്കുന്നത് നമുക്ക് സോളാറിൽ നിന്നുള്ള വയർ നമ്മൾ കണക്ഷൻ കട്ട് ചെയ്യുന്നതിനായിട്ടാണ് നമ്മളൊരു DC MCB കൊടുത്തിരിക്കുന്നത്. ലൈറ്റിങ് അറസ്റ്റൊക്കെ പറഞ്ഞ് നമുക്ക് വല്ല ഇടി മിന്നലൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ആ ഒരു DC MCB കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം SPS-ൻ്റെ LO40 എന്ന് പറയുന്നൊരു മോഡലാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. കാര്യം അതിൽ 24 വോൾട്ട് കൊടുക്കുക. ഇപ്പോൾ 12 വോൾട്ടിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു താഴെ MPPTയിലൊരു 2 സ്വിച്ച് കാണാം. അതിൽ ഒരെണ്ണം ഓണും ഓഫാണ്, ഒരെണ്ണം റിലേ കൺട്രോൾ സ്വിച്ചാണ്. പിന്നെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ലിഥിയം ബാറ്ററിയൊക്കെയാണ് ഇതിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലിഥിയം ബാറ്ററിയുടെ ചാർജിങ് ആംബിയറും വോൾട്ടേജൊക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആ സെറ്റപ്പ് എന്ന് എഴുതിക്കുന്ന ഭാഗത്ത് നമുക്കൊരു പ്രോബ് കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് സെറ്റപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രോബ് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും പഴയ ബാറ്ററിയാണ്. പഴയ ബാറ്ററി അല്ല, 200 AHൻ്റെ ഒരു എക്സൈഡിൻ്റെ ഇൻവെർട്ടർ ബാറ്ററി തന്നെയാണ്. അപ്പം നമുക്കിത് അവർ എടുത്തിട്ട് ഇതിപ്പം കുറച്ച് നാളായതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് മാറ്റിയില്ല. അപ്പോൾ ഇനി ഇത് മാറ്റാൻ നേരത്ത് ഇവിടെ ഇപ്പോൾ ലിഥിയം ബാറ്ററി നമ്മളതിൽ ഇൻസ്റ്റാൾ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പം ഇത് പുതിയ ബാറ്ററി ആയതുകൊണ്ടാണ് എടുത്ത് മാറ്റാത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാർജ് കയറുന്നുണ്ട്. അത്രയും പഴയ ബാറ്ററി അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാറ്ററി തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലിഥിയം ബാറ്ററിയോ അല്ലെങ്കിൽ തന്നെ സോളാർ ബാറ്ററി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, പുതിയതായിട്ട് ചെയ്യുന്നവർ. അപ്പം അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ ഒതുക്കി നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന സ്ഥലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പാടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വിളിച്ച് നമ്മളവിടെ ചെയ്തത്. അവിടെ 2-3 വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പുള്ളിയുടെ വീട്ടിൽ ചെയ്ത വർക്കാണ്. അപ്പോൾ അവിടെ 1 kV ഒരു ഇൻവെർട്ടറാണ് ഇരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ 2 kV ഒരു ഇൻവെർട്ടർ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം അവിടെ അത്യാവശ്യം 2-3 യൂണിറ്റിനകത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. കാര്യം 12 വോൾട്ട് ആയതുകൊണ്ട് ഏകദേശം ഒരു 30 ആംപിയറിൽ ചാർജ് 30-35 ആംപിയറിൽ ചാർജും കയറുന്നുണ്ട്. ഇപ്പം നമ്മളിതിപ്പം പകൽ സമയമാണ്. ഇപ്പം ഇൻവെർട്ടർ മോഡിലോട്ടായിട്ടുണ്ട്. അതായത് സോളാർ മോഡിലോട്ടായിട്ടുണ്ട്. കാര്യം MPPT റിലേ ഓൺ ആയിട്ടുണ്ട്. റിലേ ഓൺ ആകുമ്പോഴത്തേക്കും നമുക്ക് സോളാർ മോഡിലോട്ട് ആവും. അപ്പോൾ ഇവിടെ റിലേ ഓൺ ആയിട്ടുണ്ട്. സോളാർ ചാർജിങ് നടക്കുന്നുണ്ട്. ബൾക്ക് ചാർജിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് ബൾക്ക് മോഡലാണ് ബ്ലിങ്ക് ചെയ്യണത്. അപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്ന ആ 3 കളറിലോ നീല കളർ ഓൺ ആകുമ്പോഴത്തേക്കാണ് റിലേ ഓൺ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളത്. വാരിയർ 580 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബൈഫേഷ്യലാണ്. അപ്പോൾ അത്യാവശ്യം 35 ആംപിയറിൽ പുറത്ത് നമുക്ക് ചാർജ് ആവുന്നുണ്ട്.